പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അബ്രാഹാമും അബിമേലെക്കും. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ നീതിമാൻ്റെ പ്രാർത്ഥനയ്ക്ക്, യാചനയ്ക്ക് 1000 രൂപ സമ്മാനം ലഭിക്കുകയാണ്. 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വചനത്തിൽ അബ്രാഹാം യാത്ര പുറപ്പെട്ടു. കാദേശിനും സൂര്യനും മധ്യ കൂടിയിരുന്ന് ഗെരോരിൽ പരദേശിയായി പാർത്ത അബ്രാഹാം തൻ്റെ ഭാര്യയായ സാറായെക്കുറിച്ച് അവൾ എൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞു. ഗെരോൻ രാജാവായ അബിമേലെക്ക് ആളയച്ച് സാറായെ കൊണ്ടുപോയി. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബിമേലെക്കിൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും, അവൾ ഒരു പുരുഷൻ്റെ ഭാര്യയെന്ന് അരുളി ചെയ്തു. എന്നാൽ അബിമേലെക്ക് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല. ആകയാൽ അവൾ, കർത്താവേ, നീതിയുള്ള ജനതയെയും നീ കൊല്ലുമോ? ഇവൾ എൻ്റെ പെങ്ങളാകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ. അവൻ എൻ്റെ ആങ്ങള എന്ന് അവളും പറഞ്ഞു. ഹൃദയപരമാർത്ഥതയോടും കൈയോടും നിർമ്മലതയോടും കൂടി ഞാൻ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്, നീ ഇത് ഹൃദയപരമാർത്ഥയോടെ ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നീ എന്നോട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിന്നെ തടഞ്ഞു. അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത്. ഇപ്പോൾ ആ പുരുഷൻ അവൻ്റെ ഭാര്യയെ മടക്കി കൊടുക്കുക. ഉൽപ്പത്തി 20-ന്റെ 7-ാമത്തെ വചനത്തിൽ അവൻ ഒരു പ്രവാചകനാകുന്നു. നീ ജീവനോടെ ഇരിക്കേണ്ടത് അവന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരെയും മരിക്കേണ്ടതിന് എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു. ദൈവത്തിൻ്റെ വചനം മരിക്കാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനയ്ക്ക് നാം ഓർപ്പിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് 1000 വെള്ളിക്കാശ് മടക്കി കൊടുത്തു. 20-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനത്തിൽ അബിമേലെക്ക് പറഞ്ഞു സാറായോട്, അവൻ നിൻ്റെ ആങ്ങളയ്ക്ക് ഞാൻ 1000 വെള്ളിക്കാശ് കൊടുത്തിട്ടുണ്ട്. നിന്നോടുകൂടെയുള്ള എല്ലാവരുടെയും